ഹലോ ഹായ് എല്ലാവർക്കും ലേണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് ജൂലൈ മാസത്തിലെ ജോലി സാധ്യതകളെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ എന്താ നമുക്ക് നോക്കാം. അതായത് IB ഇന്റലിജൻസ് ബ്യൂറോയിലെ 3717 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 10-നാണ്. ഗ്രാജുവേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്റലിജൻസ് ബ്യൂറോ IB അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ ഗ്രേഡ് 2 എക്സിക്യൂട്ടീവ് തസ്തികയിലെ 3717 വാക്കൻസികൾക്ക് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ യോഗ്യത എന്ന് പറയുന്നത് അംഗീകൃത സർവകലാശാല ബിരുദമാണ് കേട്ടോ. അടിസ്ഥാനമായിട്ടുള്ള കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രായപരിധി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 10. ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. 3717 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റലിജൻസ് ബ്യൂറോ ഹാസ് പബ്ലിഷ്ഡ് എ നോട്ടിഫിക്കേഷൻ ഫോർ ദ റിക്രൂട്ട്മെന്റ് ഓഫ് 3717 vacancies in the post of Assistant Central Intelligence Officer Grade 2 Executive. അതായത് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്റലിജൻസ് ബ്യൂറോ അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ ഗ്രേഡ് 2 എക്സിക്യൂട്ടീവ് തസ്തികയിലെ 3717 ഒഴിവുകളിലേക്ക് നിയമനത്തിന് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അഥവാ എന്താണ് അംഗീകൃത സർവകലാശാല ബിരുദമാണ് ഇതിലെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് ഏജ് ലിമിറ്റ് 18 to 27 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. നിയമനാനുസൃത ഇളവ് ലഭിക്കുന്നതായിരിക്കും. അതായത് OBC SC കാറ്റഗറീസിന് അതിൻ്റെതായ എക്സ്റ്റൻഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ 18 വയസ്സാണ് സ്റ്റാർട്ടിങ്. 27 വയസ്സ് വരെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി സാലറി സ്കെയിൽ ആണ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കേജ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് തന്നെ 44,900 ഉണ്ട്. 1 ലക്ഷം രൂപ വരെയാണ് 1,42,400 രൂപ വരെയാണ് സാലറി സ്കെയിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്റലിജൻസ് ബ്യൂറോ ഹാസ് പബ്ലിഷ്ഡ് എ നോട്ടിഫിക്കേഷൻ for the recruitment of 3717 vacancies in the post of Assistant Central Intelligence Officer Grade 2 Executive. Qualification degree from a recognized university. Basic computer knowledge is desirable. Age limit എന്ന് പറയുന്നത് 18 to 27 വയസ്സാണ്. സാലറി എന്ന് പറയുന്നത് 44,900 to 1,42,400 രൂപയാണ് സാലറി സ്കെയിൽ പറയുന്നത്. ഡെഡ്ലൈൻ ഓഗസ്റ്റ് 10. ഓഗസ്റ്റ് 10-നുള്ളിൽ വേഗം അപ്ലൈ ചെയ്യാം. 3717 വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഡിഗ്രി മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. കമ്പ്യൂട്ടർ നോളജ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏജ് ലിമിറ്റ് ഉണ്ട്. എത്രയാണ്? 18 to 27 വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 10-ആണ്. ഇനി എങ്ങനെയാണ് സെലക്ഷൻ? സെലക്ഷൻ വിൽ ബി ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ്, ഒരു ഇന്റർവ്യൂ. അപ്പൊ ആദ്യം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അതിനുശേഷം ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടായിരിക്കും, അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. The objective test will be 1 hour duration and will have 100 questions. Objective test എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ ആയിരിക്കും. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും? 100 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക ഒബ്ജക്റ്റീവിൽ കേട്ടോ. ഓരോന്നിനെ കുറിച്ചും ഓരോന്നിൽ വരുന്ന ടോപ്പിക്കിനെ കുറിച്ചും നമ്മൾ വളരെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. There will be negative marking, നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. The descriptive test will be 50 marks. 50 മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇന്റർവ്യൂ എത്രയാണ്? 100 മാർക്സ് ആണ്. അപ്പൊ ഒബ്ജക്റ്റീവും 100 ആണ്. അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് മാത്രമേ ഉള്ളൂ 50 മാർക്ക്. ബാക്കി ഇന്റർവ്യൂ 100 ആണ്. അതുപോലെ തന്നെ ഏതാണ് ഒബ്ജക്റ്റീവ് ടെസ്റ്റും 100 മാർക്സിന്റെ ആണ്. എവിടെയൊക്കെയാണ് എക്സാം സെന്റേഴ്സ് ഉള്ളത്? തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശ്ശൂര്, കോഴിക്കോട്, കണ്ണൂർ, ഇവിടെയൊക്കെയാണ് എക്സാം സെന്റേഴ്സ് ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഒബ്ജക്റ്റീവ് പരീക്ഷ, ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് തെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുന്നത്. 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഒബ്ജക്റ്റീവ് പരീക്ഷയിൽ 100 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ 50 മാർക്കിന്റേതാണ്. അഭിമുഖത്തിന് 100 മാർക്കാണുള്ളത്. കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശ്ശൂര്, കോഴിക്കോട്, കണ്ണൂര് എന്നിവിടങ്ങളിലാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ ഉള്ളത് കേട്ടോ. ഓക്കെ, ഇനി അതിന്റെ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 550 രൂപയാണ്. ഇനി പുരുഷ അപേക്ഷകർ 100 രൂപ അധിക പരീക്ഷാ ഫീസ് നൽകേണ്ടതുണ്ട്. മെയിൽ കാൻഡിഡേറ്റ്സ് ഹാവ് ടു പേ ആൻ അഡീഷണൽ എക്സാമിനേഷൻ ഫീ ഓഫ് ₹100. അതായത് അവർക്ക് 650 രൂപയാണ് കേട്ടോ. Application should be made by registering once on the portals www.mha.gov.in എന്നുള്ള വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്താൽ മതിയാകും. ഓക്കെ, അല്ലെങ്കിൽ www.ncs.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ലാസ്റ്റ് ഡേറ്റ് ഒന്നും കൂടി പറയാണ്,
ഓഗസ്റ്റ് 10 ആണ് ലാസ്റ്റ് ഡേറ്റ്. ഫോർ ദ നോട്ടിഫിക്കേഷൻ വിസിറ്റ് www.cdn.dgalm.com. ഈ ഫോംസ് കോൺഫിഗർഡ് HTML 12589C-index.html എന്ന വെബ്സൈറ്റ് വിജ്ഞാപനം ഇതിലായിരിക്കും അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എന്താണ് പരീക്ഷാ കേന്ദ്രങ്ങൾ നമ്മൾ പറഞ്ഞു. ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 550 രൂപയാണ്. പുരുഷ അപേക്ഷകർ 100 രൂപ അധികം പരീക്ഷാ ഫീസ് നൽകേണ്ടതുണ്ട്. ഇനി ഒറ്റ തവണ രജിസ്ട്രേഷൻ ആണ് ചെയ്യേണ്ടത്. അതിന്റെ വെബ്സൈറ്റ് എത്രയാണ്? ഏതാണ്? www.mha.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. അപ്പൊ ഇത്ര കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ എങ്ങനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതിൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഏതാണ്? IB ആണ്. IB എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് ബ്യൂറോ ആണ്. എക്സാം കണ്ടക്ടിംഗ് ബോഡി നെയിം ഏതാണ്? മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ്, MHA ആണ്. എക്സാം നെയിം എന്ന് പറയുന്നത് IB ACIO ഗ്രേഡ് 2 എക്സിക്യൂട്ടീവ് എക്സാമിനേഷൻ 2025 ആണ്. പോസ്റ്റ് നെയിം ACIO ഗ്രേഡ് 2 അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ആണ്. വാക്കൻസീസ് എന്ന് പറയുന്നത് 3717. കാറ്റഗറി സിലബസ്. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ടയർ 1 100 ക്വസ്റ്റ്യൻസ് ആണ്. ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ആണല്ലോ. ടയർ 1 എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ആണ്, അതിന് 100 മാർക്കാണ്. ടയർ 2 എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആണ്, 50 മാർക്കാണ്. ടയർ 3 എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ്, അതിന് 100 മാർക്ക് തന്നെയാണ്. ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ടയർ 1 ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. ടയർ 2 എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ്. സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണ് മക്കളെ? ടയർ 1 റിട്ടൺ എക്സാം ആണ്, ടയർ 2 റിട്ടൺ എക്സാം ആണ്, ടയർ 3 എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് ഏതാണ്? www.mha.gov.in or www.ncs.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും കേട്ടോ. അപ്പൊ ഓർഗനൈസേഷൻ IB, എക്സാം കണ്ടക്ടിംഗ് ബോഡി മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ്. നമ്മൾ എക്സാം എഴുതുമ്പോഴേ ആ എക്സാമിനെ കുറിച്ച് വളരെ ബോധവാന്മാരാകണം അല്ലെ. ഏത് എക്സാം ആണ് എഴുതുന്നത്, എത്ര വേക്കൻസീസ് ആണുള്ളത്, എങ്ങനെയൊക്കെയാണ് മാർക്ക് അവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നത്, ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, ഒബ്ജക്റ്റീവ് ആണോ ഡിസ്ക്രിപ്റ്റീവ് ആണോ, ഇന്റർവ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്, പോസ്റ്റ് നെയിം എന്താണ് അല്ലെ, ACIO ഗ്രേഡ് 2 അല്ലെ, അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജന്റ് ഓഫീസർ ഗ്രേഡ് 2 ആണ്. 1,50,000 രൂപ വരെ സാലറി പാക്കേജ് ഉള്ള ഒരു പോസ്റ്റ് ആണ് IB ACIO എന്ന് പറയുന്നത്. ഇത്രയും കടമകൾ കടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന സാലറി എന്ന് പറയുന്നത് 1,00,000-ൽ കൂടുതലാണ് ഉള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അതിനുള്ള സബ്ജക്ട് ACIO ടയർ 1 എക്സാം പാറ്റേൺ നമുക്ക് നോക്കാം. ടയർ നമ്മൾ പറഞ്ഞു 100 മാർക്കാണ് അല്ലെ. അതിൽ ആദ്യത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിന് എന്ത് ചെയ്യണം? നമ്മുടെ തന്നെ ലേണിനോട് ചാനൽ ഉണ്ട് കേട്ടോ. ലേണിംഗ് അഫയേഴ്സ്, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഡെയിലി, വീക്ക്ലി, മന്ത്ലി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ചാനൽ നമ്മുടെ തന്നെ ഉണ്ട്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് കിട്ടും. വെറുതെ ഓരോ ആപ്പ് ഒക്കെ നോക്കിയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അല്ല നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നത്. കറണ്ട് അഫയേഴ്സ് ഉള്ള ചാനലിലെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, പേപ്പർ നോക്കി അതിന് എഴുതി ഉണ്ടാക്കിയിട്ട് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് വിത്ത് പിക്ചേഴ്സ് ആണ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തത്, അപ്ഡേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ കറണ്ട് അഫയേഴ്സ് നോക്കിക്കേ 20 മാർക്കാണ്. ജനറൽ സ്റ്റഡീസ് 20 മാർക്ക്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് 20 മാർക്ക്, റീസണിംഗ് ആൻഡ് ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് 20 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 20. എല്ലാ സബ്ജക്റ്റിനും 1, 2, 3, 4, 5 അഞ്ചെണ്ണത്തിനും 20 വെച്ച് ടോട്ടൽ 100 മാർക്കാണ് അല്ലെ. അപ്പൊ ഓരോ സബ്ജക്റ്റിനും ഇപ്പൊ നമ്മളിപ്പോ PSC-യിലൊക്കെ പറയുകയാണെങ്കിൽ കൂടുതൽ മാർക്സ് വെയിറ്റേജ് ഇതിനാണ് അല്ലെങ്കിൽ കുറവ് ഇതിനാണെന്ന് പറയാനൊന്നുമില്ല. എല്ലാത്തിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് IB പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സിന് 20, ജനറൽ സ്റ്റഡീസിന് 20, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡിന് 20, റീസണിംഗ് ആൻഡ് ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡിന് 20, ഇംഗ്ലീഷ് ലാംഗ്വേജിന് 20. ടോട്ടൽ 100 മാർക്കാണ്. 1 മണിക്കൂർ ഉള്ളൂ കേട്ടോ. 60 മിനിറ്റ് 100 മാർക്കാണ് 1 മണിക്കൂറിലാണ്. ഓക്കെ, ഒബ്ജക്റ്റീവ് ആണ് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് ടയർ 1 എക്സാം പാറ്റേൺ 2025. ഇനി നമുക്ക് ടയർ 2 ആണ് നോക്കാനാണെങ്കിൽ ഏതൊക്കെയാണ്? ഡിസ്ക്രിപ്റ്റീവ് ആണ് അല്ലെ. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ essay റൈറ്റിംഗ് 20 മാർക്ക്. അപ്പൊ ഇതില് മാർക്കിന്റെ സ്പ്ലിറ്റിംഗിൽ വ്യത്യാസമുണ്ട്. essay റൈറ്റിംഗ് 20 മാർക്കാണ്. ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 2 questions of 10 marks each on current affairs, economic, socio political issues ആണ്. 20 മാർക്കാണ്. ടോട്ടൽ 50 മാർക്കാണ് വരുന്നത്. 1 മണിക്കൂറിൽ 50 മാർക്ക് കേട്ടോ. 1 മണിക്കൂറിൽ 50 മാർക്ക്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഏതാണ്? essay റൈറ്റിംഗ് ആണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ ആണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ രണ്ടിനും 2 questions of 10 marks each in current affairs, economic, socio political issues etc. 20 മാർക്കാണ് വന്നിട്ടുള്ളത്. ടോട്ടൽ 50 മാർക്കാണ്. ടൈം 1 hour ആണിത്. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ് അല്ലെ. ടയർ 2 ആണ്. ടയർ 2 എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ ആണ്. 50 മാർക്കിന്റെ 1 മണിക്കൂർ. അപ്പൊ നമ്മൾ ടയർ 1 എന്ന് പറഞ്ഞു ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണെന്ന് പറഞ്ഞു. അത് 1 മണിക്കൂറിൽ 100
ഒരു മണിക്കൂർ 100 ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലെ. ഇതിപ്പോ എന്താണ്, ഒരു മണിക്കൂറിൽ 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഇനി അടുത്തത് ഇതിന്റെ ഓവറോൾ കാര്യമാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. The questions in Tier 1 exam will be objective type and Tier 2 the questions will be descriptive type എന്ന് നമ്മൾ പറഞ്ഞു. For each incorrect answer in IB ACO Tier 1 there will be a negative marking of 1/4 mark. അപ്പോൾ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അത് എത്രയാണ്? ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ 1/4 കാൽ മാർക്കാണ് പോകാനായിട്ട് പോകുന്നത്. ഓരോ ടൈമിനും എത്രയാണ്? ഒരു മണിക്കൂറാണ്. പക്ഷെ മാർക്ക് വ്യത്യാസമുണ്ട്. ഒബ്ജക്റ്റീവിന് 100, അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവിന് 50 മാർക്കാണ് അല്ലെ. കാൻഡിഡേറ്റ്സ് who will be qualified in both Tier 1 and Tier 2 exam will be selected for the final round, that is interview round ഉണ്ടായിരിക്കുന്നതാണ്. ലാസ്റ്റത്തെ ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂവിന് 100 മാർക്കാണ് കേട്ടോ. The IB ACO interview round comprises 100 marks. അപ്പോൾ 100 മാർക്കാണ് ഇതിന് ഇന്റർവ്യൂവിനുള്ളത്. Candidates appearing in the interview may be subject to the psychometric അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇന്റർവ്യൂവിലും ഉണ്ടായിരിക്കുന്നതായിരിക്കും. which will be a part of ഇന്റർവ്യൂവിന്റെ ഒരു പാർട്ടായിട്ട് തന്നെയാണ് അവർ ഏത് കാണുന്നത്? സൈക്കോമെട്രിക് ടെസ്റ്റ് അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കാണുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു Tier 1 എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. Tier 2 എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. For each incorrect answer in IB ACO Tier 1 there will be a negative marking of 1/4 mark. The time duration for each tier is 1 hour. Candidates who will be qualified in both Tier 1 and Tier 2 exams will be selected for the final round, that is interview round. The IB ACO interview round comprises 100 marks. Candidates appearing in interviews may be subject to the psychometric test and aptitude test, which will be a part of the interview. So this is all about the exam pattern of IB ACIO exam pattern 2025. ഡിഗ്രി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ഒന്നും കൂടി നമുക്ക് ഓർത്തെടുക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് എന്നുള്ള കാര്യം. അപ്പോൾ എന്താണ്? ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്റലിജൻസ് ബ്യൂറോ അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ ഗ്രേഡ് 2 എക്സിക്യൂട്ടീവ് തസ്തികയിൽ 3717 ഒഴിവുകളിലേക്ക് നിയമനത്തിന് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. യോഗ്യത എന്ന് പറയുന്നത് അംഗീകൃത സർവകലാശാല ബിരുദമാണ്. അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനവും അഭികാമ്യമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. പ്രായപരിധി ഉണ്ട്. 18 to 27 വയസ്സാണ്. ശമ്പളം എന്ന് പറയുന്നത് 44,900 to 1,42,400 രൂപ വരെ സാലറി സ്കെയിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒബ്ജക്റ്റീവ് പരീക്ഷ, വിവരാത്മക പരീക്ഷ, അഭിമുഖം. വിവരാത്മക പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റീവ് അല്ല, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റീവ് എക്സാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമും അതുപോലെ തന്നെ ഇന്റർവ്യൂവും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഒബ്ജക്റ്റീവ് പരീക്ഷയിൽ 100 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. നെഗറ്റീവ് മാർക്ക് ഉണ്ട്. നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് 1/4 വരുന്നത് അല്ലെ. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് 50 മാർക്കിന്റെയാണ്. അഭിമുഖത്തിന് എത്രയാണ്? ഇന്റർവ്യൂവിന് 100 മാർക്കാണ്. എവിടെയൊക്കെയാണ് എക്സാം നടക്കുന്നത്? തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളാണ് പരീക്ഷാ കേന്ദ്രങ്ങളുള്ളത്. ഫീസ് എന്ന് പറയുന്നത് 550 രൂപയാണ്. അപ്പോൾ ഇതുപോലത്തെ ജോബ് അപ്ഡേറ്റ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.